പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം. മണവാളനൊരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. പ്രതിദിനം അവനെനിക്കത്തലകറ്റുന്നൊരുത്തമ മണവാളനാ. ഉത്തമ മണവാളനായി ഉത്തമ മണവാളനായി പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. പരിലസിച്ചിടുന്നവൻ പരമമണ്ഡലങ്ങളിൽ പരിവാര സമന്വിതമായി. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചുകൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചുകൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ദൈവത്തിൻ വാദ്യമേളങ്ങളെല്ലാം ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ഉച്ചത്തിൽ ധ്വനിച്ചിടുമ്പോ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. ആദിയന്തമില്ലാത്ത പരിശുദ്ധ ദൈവമാ മംഗല്യം നടത്തിയിടുമേ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളനൊരുവൻ മാത്രം. ഇവയോർത്തിട്ടാനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിച്ചിടുന്നേ. ഇവയോർത്തിട്ടാനന്ദ നൃത്തം ചെയ്യുവാൻ എന്റെ കാലുകൾ കുതിച്ചിടുന്നേ. കാലുകൾ കുതിച്ചിടുന്നേ. കാലുകൾ കുതിച്ചിടുന്നേ. കാന്തയെ പരിലസിച്ചന്തമില്ലായുഗം തേജസ്സിൽ കൂടെ വാ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. നാം ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം നിങ്ങൾക്ക് ഓർമ്മ കാണും. കൊടുങ്കാറ്റുകൾ. 107 സങ്കീർത്തനം 28 വാക്യത്തിൽ വായിക്കാം. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. നിത്യനായ ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. കൂടുതലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. സ്തോത്രം. ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എത്തിക്കുന്നു. സ്തോത്രം. അനേകം ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വലിയ ആഗ്രഹം ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്താണ്? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഏറ്റവും വലിയ ആഗ്രഹം, ആഗ്രഹിച്ച തുറമുഖം ഏതാണ്? സ്വർഗരാജ്യം, സംശയമില്ല. അതുതന്നെയാണോ? നേരെ മറിച്ച് ലോകത്തിലെ ഏതെങ്കിലും കാര്യങ്ങളാണോ? ഞാൻ പറയും, ലോകത്തിലെ കാര്യങ്ങളും ആഗ്രഹിക്കാം. വിദ്യാഭ്യാസം ആഗ്രഹിക്കാം. നല്ല ഒരു ജോലി ആഗ്രഹിക്കാം. നല്ല ഒരു വീട് ആഗ്രഹിക്കാം. നല്ല സമാധാനമുള്ളൊരു കുടുംബജീവിതം ആഗ്രഹിക്കാം. മക്കൾ നല്ല സൽസ്വഭാവികളായി വരുന്നത് ആഗ്രഹിക്കാം. മക്കൾ ക്രിസ്തുവിന് ദാസന്മാരായി, ക്രിസ്തുവിന് ശിഷ്യന്മാരായി തീരുന്ന നമുക്ക് ആഗ്രഹിക്കാം. ദൈവത്തിന് സ്തോത്രം. രോഗസൗഖ്യം അത് നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിച്ച തുറമുഖത്ത് അവനെ എത്തിക്കും. ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാം. ആഗ്രഹിച്ച തുറമുഖത്ത് അവനെ എത്തിച്ചു. അവർക്ക് നല്ല കാര്യങ്ങൾ ആഗ്രഹിക്കാം. തെറ്റില്ലാത്ത കാര്യങ്ങൾ ആഗ്രഹിക്കണം. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയാനുള്ളൊരു വാക്യം വീണ്ടും പറയട്ടെ. 37 സങ്കീർത്തനം 3 വാക്യം. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് വാർത്ത് വിശ്വസ്തത ആചരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സത്യമാണ് പ്രിയപ്പെട്ടവരെ. ഹൃദയത്തിൽ ആഗ്രഹങ്ങളില്ലേ നമുക്ക് പല കാര്യങ്ങളും. ഒരു സൗകര്യമുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹമില്ലേ? സമാധാനമുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹമില്ലേ? ഒരു സന്തോഷമുള്ള ജീവിതം വേണമെന്ന് ആഗ്രഹമില്ലേ? കുടുംബം സ്വസ്ഥമായും ശാന്തമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? പണത്തിൻ്റെ ഞെരുക്കം മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? എൻ്റെ ദൈവമേ, എൻ്റെ കടമൊന്ന് മാറിക്കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നില്ലേ? ഉണ്ടല്ലോ, ഉണ്ട്. എനിക്കറിയാം, നിങ്ങൾ അനേകം പേര് കടത്തിൽ വലയുന്നവരാണ്. അനേകം പേര് പൈസയ്ക്ക് ഞെരുങ്ങുന്നവരാണ്. അനേകം പേര് പുറമേ മാന്യതയോടെ ജീവിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവരുടെ അകം നീറിപ്പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. കൊടുങ്കാറ്റ് ഊതിക്കൊണ്ടിരിക്കുന്നു. തിരമാലകൾ ആർത്തുയർന്നുകൊണ്ടിരിക്കുന്നു. കടൽ കോളിളക്കത്തിലായിരിക്കുന്നു. കടൽ ഇളകി മറിയുന്നു. ആ സമയത്ത് ആ കടലിലെ തിരമാലകൾ ആഞ്ഞടിച്ച് ഈ പടക് ആടി ഉലയുമ്പോൾ ഇതാ യേശു നടന്നു വരുന്നു. യേശു വെള്ളത്തിന്മേൽ നടന്നു വരുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിച്ചത് ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. ഈശാനമൂലൻ അതൊരു ഭയങ്കരമായ കൊടുങ്കാറ്റാണ്. ഈശാനമൂലൻ അത് കിഴക്ക് നിന്ന് അടിക്കുന്ന കൂട്ടത്തിൽ പടിഞ്ഞാറ് നിന്ന് അടിക്കും. അതാണ് ഈശാനമൂലൻ. അതൊരു ഭീകരമായ കൊടുങ്കാറ്റാണ്. ഒരു വശത്തേക്ക് നിന്ന് രക്ഷപ്പെടാൻ നോക്കിയാൽ ആ വശത്ത് നിന്ന് കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ പഴുതില്ല. കൊടുങ്കാറ്റ് ആഞ്ഞ് വീശിക്കൊണ്ടിരിക്കുന്നു. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 27 അധ്യായത്തിലാണ് നാം അത് കണ്ടത്. 27 അധ്യായം. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ്. ദൈവത്തിന് സ്തോത്രം. ആ കൊടുങ്കാറ്റ് അടിച്ച് നാളുകൾ ഏതാണ്ട് 14 ദിവസത്തോളം സൂര്യനെയും നക്ഷത്രങ്ങളെയും കണ്ടില്ല. ആ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും നിരാശരാണ്. പക്ഷേ അവിടെ പ്രത്യാശയുള്ള ഒരാൾ അതിനകത്തുണ്ടായിരുന്നു. അത് നല്ലതാണ്. എല്ലാവരും നിരാശരായിട്ടിരിക്കുമ്പോൾ പ്രത്യാശയുള്ള ഒരാൾ ആ വീട്ടിലുണ്ടെങ്കിൽ നല്ലതാണ്. എല്ലാവരും പരിഭ്രമിച്ചിരിക്കുമ്പോൾ ആ വാഹനത്തിൽ പ്രത്യാശയുള്ള ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. വിശ്വാസിയായ ഒരാളുണ്ടെങ്കിൽ നല്ലതാണ്. അതൊരു ചലഞ്ച്, അതൊരു വെല്ലുവിളിയായിട്ട് നിങ്ങൾ മുന്നിൽ ഞാൻ വയ്ക്കുകയാണ്. എല്ലാം പ്രതികൂലമാണ്, എല്ലാം പ്രയാസങ്ങളാണ്, എല്ലാം പ്രതിസന്ധികളാണ്. പക്ഷേ ഈ വീട്ടിൽ ഞാനൊരാൾ സമാധാനപുത്രനായി നിൽക്കും. എൻ്റെ ഈ വീട്ടിൽ ഞാനൊരാൾ സമാധാനപുത്രിയായി നിൽക്കും. അതാണ്. ഒരാൾ വിശ്വാസിയായിട്ടുണ്ടെങ്കിൽ ആ കോളിളക്കങ്ങൾക്ക് ഒരു ശാന്തതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം എല്ലാവർക്കും ഉണ്ട് കുടുംബങ്ങൾ. അവരുടേതായ ചെറുതോ വലുതായ കുടുംബങ്ങളുണ്ട്. അംഗസംഖ്യ കുറഞ്ഞതോ കൂടിയതോ ആയ കുടുംബങ്ങളുണ്ട്. എന്നാൽ ഞാനൊരാൾ ക്രിസ്തുവിനെ വഹിച്ചുകൊണ്ട്, ക്രിസ്തുവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട്, ക്രിസ്തുവിൻ്റെ വേല ചെയ്തുകൊണ്ട് ഞാൻ ഒരാൾ നിന്നാൽ
എൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു പോവുകയില്ല. ഇതും അറിയണം, പ്രിയപ്പെട്ടവരിതും അറിയണം. അങ്ങനെ നിൽക്കാൻ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒരാൾ സമാധാനത്തിനായി നിൽക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? അപ്പോൾ സെൻറ്റ് പോൾ പൗലോസ്ലീഹ ആ കപ്പലിലുണ്ടായിരുന്നു. അത് വലിയ ഭാഗ്യമായിപ്പോയി. ഒരു ദൈവദാസൻ, ഒരു ദൈവഭക്തൻ, ഒരു വിശുദ്ധൻ ആ കപ്പലിലുണ്ടായിരുന്നതുകൊണ്ട് മറ്റുള്ളവർക്കും രക്ഷ കിട്ടി. വലിയ ഭാഗ്യമായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധൻ ഒരു വീട്ടിലുണ്ടെങ്കിൽ, ഒരു വിശുദ്ധൻ ഒരു നാട്ടിലുണ്ടെങ്കിൽ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വിശുദ്ധനായ ഒരു ദൈവവൈദ്യനുണ്ടെങ്കിൽ അത് നാടിന് അനുഗ്രഹമാണ്. എലീശായെക്കുറിച്ച് ശൂന്യംകാരി പറഞ്ഞു, ഇതാ നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ഞാൻ കാണുന്നു. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. വലിയ പരിചയമില്ല എലീശയെ, ആ സ്ത്രീക്ക് വലിയ പരിചയമില്ല. അവൾ നല്ല ആഠ്യത്വമുള്ള നല്ല സമ്പത്തുള്ളൊരു തറവാട്ടിലാണ്. ഭർത്താവ് പ്രായമായി. അവൾ ആ വഴിയായി കടന്നു പോകുന്ന ആ പുരുഷനെ അവൾ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് കടന്നു പോകും. ഒരുപക്ഷെ ശീലോയിൽ നിന്ന് ബേഥേലിലേക്കായിരിക്കും, അല്ലെങ്കിൽ എറിഹോയിൽ നിന്ന് ഗിൽഗാലിലേക്കായിരിക്കും. എങ്ങനെയോ വിശുദ്ധരായ ദൈവപുരുഷൻ നടന്നു പോകുന്നു. എലീശ നടന്നു പോകുമ്പോൾ അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ഞാൻ കാണുന്നു. നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ ഞാൻ കാണുന്നു. സ്തോത്രം. സഹോദരങ്ങളെ, അതൊരു ഭാഗ്യ പദവിയാണ്. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. വിശുദ്ധി നമ്മുടെ കൈമുതലായിരിക്കണം. വിശുദ്ധി, ജീവിത വിശുദ്ധി, കറതീർന്ന ജീവിതം, ഒരു ചെളി ഏശാത്ത ജീവിതം, അല്പം പോലും കളങ്കമില്ലാത്ത ജീവിതം, നിഷ്കളങ്കമായ മനസാക്ഷി. വേറെ ഒന്നും അവിടെ മനസാക്ഷിയിൽ വേറെ ഒന്നും ഇരിക്കുന്നില്ല. ഒരു മുൻവിധിയില്ല, ഒരു മുഖപക്ഷമില്ല. യേശുക്രിസ്തുവിൻ്റെ അതേ ഭാവം. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ അന്ന് കപ്പലിലുണ്ടായിരുന്നു. സെൻറ്റ് പോൾ പൗലോസ്ലീഹ ഉണ്ടായിരുന്നു. പൗലോസ്ലീഹ പറയുകയാണ്, അത് ആ വാക്യം ഒന്ന് കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ്. പൗലോസ്ലീഹ പറയുകയാണ്, 23, എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. സ്തോത്രം. പൗലോസ്ലീഹ ഈ അമ്പരം നിൽക്കുന്ന 275 പേരുടെ ഇടയിൽ ഒരാൾ ഒരു കൂസലുമില്ലാതെ നിൽക്കുന്നു. അവർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇദ്ദേഹത്തിന് ഒരു കൂസലില്ലാത്തത്. വെള്ളം ഇങ്ങനെ ഇളകി മറിയുന്നല്ലോ, കൊടുങ്കാറ്റാഞ്ഞ് വീശുന്നല്ലോ, കപ്പൽ പാറി പോകുന്നല്ലോ. പായ്ക്കപ്പലാണ് ആ കപ്പൽ. അങ്ങ് ആടി ഒലഞ്ഞൊലഞ്ഞ് പോകുന്നല്ലോ. എവിടെ ഒരുപക്ഷെ മരണത്തിലേക്കല്ലേ പോകുന്നത്. എല്ലാവരും സംഭ്രമിച്ചിരിക്കുകയാണ്. 14 ദിവസം സൂര്യനെയും നക്ഷത്രങ്ങളെയും കണ്ടിട്ടില്ല. എന്തൊരു ദയനീയമായ അവസ്ഥ. അവർക്ക് ആഹാരം കഴിക്കണം തോന്നുന്നില്ല. ആഹാരം കഴിക്കാൻ തയ്യാറായില്ല. കാരണം കപ്പലിൽ ആഹാരമുണ്ട്, പക്ഷേ അത് കഴിക്കാൻ തോന്നിയില്ല. കാരണം ജീവിതം തീരാൻ പോവുകയാണ്. അത്രമാത്രം വലിയ ഒരു വിഷമസന്ധി വന്നിരിക്കുന്നു. ഇതൊരു പക്ഷേ നമുക്ക് ഇപ്പോൾ കേൾക്കുമ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാവുകയില്ല. ഞാനൊരു അവസരത്തിൽ അടിമാലിയപ്പുറത്ത് പൂമ്പുവാർ പള്ളിയിലേക്ക് ഒരു ധ്യാനയോഗത്തിന് വേണ്ടി പോയി. വർഷങ്ങൾക്ക് മുമ്പാണ്, പക്ഷേ അനേകം വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ദൈവത്തിൻ്റെ കൃപയാൽ ആത്മാവിൻ്റെ ഒരു ധൈര്യവും പ്രത്യാശയൊക്കെ എനിക്കുണ്ടായിരുന്നു. ഞാൻ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഇറങ്ങുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ബസ്സിലാണ് ഞാൻ പോയത്. ബസ്സിൽ ചെന്ന് അടിമാലിയിലിറങ്ങി. അടിമാലിയിലിറങ്ങിയപ്പോഴേക്കും ആകാശം ഇരുണ്ട് മൂടിയിരിക്കുന്നു. ആകാശം വല്ലാതെ അങ്ങ് ഇരുണ്ട് ഒരു ഏതാണ്ട് സന്ധ്യയാകാൻ പോകുന്ന പോലെ. അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് കൂമ്പാറയ്ക്ക് അപ്പോൾ പിന്നെ ബസ്സില്ല. അപ്പോൾ ഒരാൾ വിളിച്ചു, ജീപ്പ് പോകുന്നുണ്ട്, പോകാം. അപ്പോൾ കൂമ്പാറ പള്ളിയിലേക്കോ ആ പ്രദേശത്തേക്കോ പോകുന്ന ചിലരൊക്കെ ജീപ്പിൽ കയറി. ഞാനും കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വലിയ വെടിപൊട്ടുന്ന പോലെ ശബ്ദം. എന്താണെന്ന് മനസ്സിലായില്ല. ഭയങ്കര ശബ്ദം. അപ്പോഴാണ് മുൻപിൽ വലിയ പാറകൾ വന്ന് വീഴുന്നു റോഡിലേക്ക്. പിറകിലേക്ക് നോക്കിയാൽ പിറകിൽ പാറകൾ വന്ന് വീഴുന്നു. ജീപ്പിന് വരെ പോകാൻ പറ്റുന്നില്ല. മുമ്പിലും പാറകൾ. വലിയ ഉരുൾപൊട്ടലായിരുന്നു, ഭയങ്കരമായ ഉരുൾപൊട്ടൽ. ജീപ്പ് അവിടെ നിർത്തി. ആ ജീപ്പിലെ അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് പോകാനൊക്കെയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നടന്നു പോകാം, വണ്ടി പോകില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ വല്ലാതെ സംഭവിച്ചു പോയി. അന്ന് ദൈവത്തിന് വചനം പറയേണ്ടതാണ്, വചനം പറയാൻ ഞാൻ ഉദ്ദേശിച്ചതാണ്. പക്ഷേ അങ്ങോട്ട് ചെല്ലാൻ പറ്റുന്നില്ല. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി. ഞാൻ പുറകോട്ട് നടന്നു. ഒരു 3-4 കിലോമീറ്റർ പുറകോട്ട് നടന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. ഞാൻ പുറകോട്ട് നടക്കുമ്പോഴെല്ലാം ഇങ്ങനെ വലിയ വെടിപൊട്ടുന്ന പോലെ ശബ്ദങ്ങൾ, ഉരുളുകൾ പൊട്ടലുകയാണ്. വലിയ പാറകൾ ഇങ്ങനെ പൊട്ടി താഴോട്ട് വീഴുകയാണ്. റോഡിലെല്ലാം പാറകൾ വന്ന് വീഴുന്നു. ഭാഗ്യവശാൽ ദേഹത്ത് ഒരു കല്ലും വന്ന് വീണില്ല. നടന്ന്
ഞാൻ അടിമാലി വരെ എത്തി. അടിമാലി വരെ എത്തി. അപ്പോൾ ഞാൻ ഇവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഇപ്പോൾ സന്ധ്യയാകുന്നല്ലോ, രാത്രി എവിടെയെങ്കിലും തങ്ങണമല്ലോ. അവൻ പറഞ്ഞു, നമുക്ക് ഒരു ഹോട്ടലിൽ മുറിയെടുക്കാം എന്ന് പറഞ്ഞു. അന്ന് രാത്രി ഹോട്ടലിൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. സംപ്രവചനമായൊരു സമയമായിരുന്നു. അതുപോലൊരു സംപ്രവചനമായ കാര്യം വരുമ്പോൾ എങ്ങനെ നമ്മൾ നേരിടും? അപ്പോൾ മനസ്ഥൈര്യം എല്ലാം പോകും. മനസ്സിലെ ആ ധൈര്യവും ചങ്കൂറ്റവും എല്ലാം പോകും. അപ്പോൾ നിരാശ വരും, സ്വാഭാവികമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? ഞാനതാ ചിന്തിച്ചത്, എന്തുകൊണ്ട് സംഭവിച്ചു? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയല്ലേ പോകുന്നത്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് സംഭവിച്ചു? ദൈവത്തിന് സ്തോത്രം. അന്നല്ല ആരോഗ്യമുള്ള പ്രായമാണ് ഞാൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, അന്ന് രാത്രി കിടന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാനങ്ങനെ ചിന്തിക്കുകയാണ്, എന്താണ് ഇതിന് കാരണം? ഇങ്ങനെ ദൈവത്തിൻ്റെ വേലയ്ക്ക് പോയിട്ട് മുടങ്ങിപ്പോകാൻ എന്താ കാരണം? ഞാൻ ഓരോന്നോരോന്ന് ഇങ്ങനെ ചകഞ്ഞു നോക്കി, ഓരോന്നോരോന്ന്. പ്രകടമായ ഒരു തെറ്റൊന്നും വന്നതായിട്ട് എനിക്ക് വന്നില്ല. പിന്നെ എന്തായിരിക്കും? ദൈവത്തിൻ്റെ വഴികൾ എനിക്കറിയാൻ പാടില്ല. ഏതായാലും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല, അക്കാര്യം ഉറപ്പ്. കർത്താവ് അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ കർത്താവിൽ ധൈര്യം കൊണ്ടു. എൻ്റെ പരിഭ്രമം മാറി. എൻ്റെ യേശു അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ഒരു തലമുടി നാര് പോലും യേശു അറിയാതെ താഴെ കൊഴിഞ്ഞു വീഴുകയില്ല, ഉറപ്പാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. പ്രിയപ്പെട്ടവരെ, പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ അങ്ങോട്ട് യോഗത്തെ സ്ഥലത്തേക്ക് പോയില്ല. ഞാൻ നേരെ തിരികെ പോകുന്നു. അങ്ങോട്ട് പോകാൻ നിർവാഹമില്ലായിരുന്നു. എല്ലാം പാറകൾ വീണ് കിടക്കണം റോഡ് മുഴുവൻ. ഞാൻ തിരികെ പോന്ന് എനിക്ക് തോന്നുന്നു ഒരു 7-8 കിലോമീറ്റർ നടന്നു എനിക്ക് തോന്നുന്നു. എനിക്ക് അറിയാഞ്ഞൂടെ. വെളുപ്പമിനെ തന്നെ ഞാൻ നടന്നു. തിരികെ ബസ് വരാൻ സാധ്യതയുള്ള സ്ഥലം വരെ നടന്നു. ബസ്സിൽ കയറി ഞാനിങ്ങോട്ട് പോന്നു. ആ വേല അന്ന് അവിടെ നടന്നില്ല. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, എന്നാൽ അതിൻ്റെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ഒരു കാര്യം എനിക്കറിയാം. അവിടെ ആ കോമ്പാർ പള്ളിയിൽ തന്നെ പിന്നെയും പോയി അവിടെ ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അവിടെ വചനം പറയാൻ അവസരം തന്നു. അന്ന് 28 പേര് ജീവിതം കർത്താവിനായി സമർപ്പിച്ചു. സ്തോത്രം. ഒരിക്കൽ ഞാൻ തളർന്ന് മടങ്ങിപ്പോന്നെങ്കിലും കർത്താവ് തളർന്നില്ലായിരുന്നു. കർത്താവ് വാടിപ്പോയില്ലായിരുന്നു. കർത്താവ് അതിൻ്റെ അവിടുത്തെ ഹിതം നിറവേറ്റി. 28 പേരെന്ന് ജീവിതം സമർപ്പിച്ചു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത്, ചില സമയങ്ങളിൽ നാം തളർന്നു പോയി എന്ന് വരാം, നാം വാടിപ്പോയി എന്ന് വരാം. പക്ഷേ നിത്യമായി വാടിപ്പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. നിങ്ങളെപ്പോൾ നോക്കണം കർത്താവിലേക്ക്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശം ഭൂമി ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പൗലോസിലേക്ക് കിട്ടിയ ഗുണം അതാണ്. യേശുവിലേക്ക് നോക്കി. അവിടെ ആർത്തിരമ്പുന്ന കടലിലേക്കല്ല നോക്കിയത്, കടലിലെ കോളങ്ങളിലേക്കല്ല നോക്കിയത്, അലമലകളിലേക്കല്ല നോക്കിയത് ജീവനുള്ള ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക്, ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കി, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവിൽ ആശ്വാസമുണ്ട്. അപ്പോഴാണ് ഒരു സംഭവം. എന്താണ്? 23-ാം വാക്യം വായിക്കൂ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു, പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. പൗലോസേ, ഭയപ്പെടരുത്. സ്തോത്രം. വിഭ്രമജനകമായ സാഹചര്യങ്ങൾ വരുമ്പോൾ, പരിഭ്രാന്തി ഉളവാക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഈ ശബ്ദം ഓർക്കണം. പൗലോസേ, ഭയപ്പെടരുത്. നിങ്ങൾക്ക് സംഭവജനമായ സമയങ്ങൾ വരും. വലിയ പ്രതിസന്ധികളൊന്ന് ഉരുണ്ടുകൂടി നിങ്ങളെ തീർത്തുവന്ന് എതിർക്കുന്ന സമയങ്ങൾ വരും. അപ്പോൾ ഓർക്കണം, എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം, എൻ്റെ യേശു. സ്തോത്രം. ഇത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. വിളിക്കാനൊരു നാഥനുണ്ട്, ആവശ്യങ്ങൾ പറയാൻ ഒരു ഉടമസ്ഥനുണ്ട്. ഞാൻ അനാഥനല്ല, ഞാൻ ഉടയവനുള്ളവനാണ്. എനിക്കൊരു നാഥനുണ്ട്, എനിക്കൊരു കർത്താവുണ്ട്, എനിക്ക് രക്ഷകനുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ എനിക്കൊരാളുണ്ട്, എനിക്ക് വേണ്ടി വാദിക്കാൻ എനിക്കൊരാളുണ്ട്. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, തക്ക സമയത്ത് പ്രവർത്തിക്കാൻ യേശുവുണ്ട്. ഇത് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ആ യേശു എനിക്കുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് പ്രാപിക്കുകയാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം, വേറൊന്നുമല്ല. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ആ ഉറപ്പ് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കണം. യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കൂ. ഞാൻ വെറുതെ പറയുന്നതല്ല, വിശ്വസിക്കൂ. നിങ്ങൾ ഉള്ളു തുറന്ന്, കർത്താവെ, ഇനി മുതൽ ഞാൻ യേശുവിനെ മാനിച്ചും യേശുവിനെ സ്നേഹിച്ചും ഒരു ജീവിതം നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനമെടുത്താൽ ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരും. നാളേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തന്നെ ഒരുപക്ഷെ തെറ്റുകൾ പറ്റിയ ജീവിതമാണ്. ഗർഭഛിദ്രങ്ങൾ, മദ്യപാനങ്ങൾ, കഞ്ചാവ്, മയക്കുമരുന്നുകൾ,
തെറ്റുകൾ പറ്റിയ ജീവിതമാണ്, കൊള്ളരുതാത്ത ബന്ധങ്ങളുള്ള ജീവിതമാണ്, അഴുക്കായ ശീലങ്ങളുള്ള ജീവിതമാണ്, അഴുക്ക് ബന്ധങ്ങളിലേക്ക് പോയ ജീവിതമാണ്. കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്ന ജീവിതം നയിച്ച അനേകര് പ്രിയപ്പെട്ടവരെ, വന്നതെല്ലാം വന്നു പോയല്ലോ. നീ എനിക്ക് ഒരു മോചനം തരണമേ. ഇതുവരെ പോയ പാപങ്ങളെല്ലാം നിന്റെ തിരുരക്തത്താൽ കഴുകി തരണമേ. ഇന്ന് നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഞാൻ നിന്നെ എതിരേൽക്കുന്നു, ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു, ഞാൻ നിന്നെ വിളിക്കുന്നു. നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും മടിച്ച് നിൽക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ വിളിക്കുക, യേശുവിനെ വിളിക്കുക. കർത്താവേ, ഒന്ന് എൻ്റെ അരികിലേക്ക് വരണമേ. ഞാൻ വലയുന്നു കർത്താവേ, ഞാൻ വിഷമിക്കുന്നു കർത്താവേ, എനിക്ക് ഒരു സമാധാനമില്ല കർത്താവേ, ഞാൻ ഭാരപ്പെട്ട് ഞരങ്ങുന്നു കർത്താവേ. എൻ്റെ ദൈവമേ, പാവം എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പാവ ചിന്തകൾ എന്നെ വശീകരിച്ചിരിക്കുന്നു, പാവ ചിന്തകൾ ഞാൻ ഒളിഞ്ഞുകൊണ്ടിരിക്കുന്നു, പാവത്തിൻ്റെ വിചാരങ്ങളും വികാരങ്ങളും എന്നെ വലയം ചെയ്തതിനെ കഠിനമായ ഭീതിയിൽ ആഴ്ത്തിയിരിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നീ കടന്നു വന്ന് എൻ്റെ പാവമയമായി ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എൻ്റെ ഹൃദയത്തെ നീ ഉണർത്തണമേ. യേശുവേ, സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുൾ അകലുന്നത് പോലെ എൻ്റെ യേശു കടന്നു വരുമ്പോൾ അന്ധകാര ശക്തികൾ മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വന്നുപോയ പാവങ്ങൾ, എത്രയും ഘോരമായ പാവങ്ങളുണ്ട്, എന്നാൽ എല്ലാം ക്ഷമിച്ച് എനിക്ക് മോചനം തരാൻ യേശുവേ നിൻ്റെ സ്നേഹത്തിൻ്റെ കഴിവുണ്ടായത് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ ആ തിരുരക്തത്തിന് മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സ്നേഹം പോലും തിരുരക്തം ഇപ്പോൾ എൻ്റെ മേൽ തളിക്കണമേ കർത്താവേ. നിൻ്റെ തിരു സാന്നിധ്യം എനിക്ക് തന്ന് എൻ്റെ മേലുള്ളതായ സകല ദുഷ്ടാത്മാക്കളെ നീ മാറ്റി തരണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, നാളേക്ക് മാറ്റി വയ്ക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങൾ അനുഭവിക്കുക. യേശു അകത്തേക്ക് വരട്ടെ. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശു എഴുന്നള്ളി വരട്ടെ. ഹൃദയവാതിൽ തുറന്നു കൊടുക്കുകയും, യേശുവേ എനിക്ക് മനസ്സാണ്, കർത്താവേ എനിക്ക് ആഗ്രഹമാണ്, അല്ല കർത്താവേ എനിക്ക് ആർത്തിയാണ്, നാഥ നീ എൻ്റെ അകത്തേക്ക് വരണമേ. ഇത്രയും കാലം ഞാൻ വചനം കേട്ടെങ്കിലും വാസ്തവത്തിൽ തീരുമാനത്തിലേക്ക് വന്നില്ലായിരുന്നു. ഇതൊരു തീരുമാനിച്ചെന്ന് ഞാൻ തോന്നിയെങ്കിലും ശരിയായ തീരുമാനം ആയിരുന്നില്ലെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എൻ്റെ നിസ്സാരതയിൽ, എൻ്റെ അല്പത്വത്തിൽ ഞാനോട് പറയുകയാണ്, നീ ഇപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ, എഴുന്നള്ളി വരണമേ. രാജാതിരാജ നീ എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന് മഹത്വം കാണും. 4 ദിവസം ആയി ചീഞ്ഞു തുടങ്ങിയ ലാസറിൻ്റെ ആ ശരീരം ഉയർത്തെഴുന്നേറ്റതുപോലെ ഇപ്പോൾ തന്നെ അത്ഭുതങ്ങൾ കാണും. എങ്ങനെ? മനുഷ്യനെ ചിന്തിച്ചാൽ മനസ്സിലാവുകയില്ല. ഇത്രയും കൊടിയ പാപം ചെയ്തവൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുകയില്ല. ഇത്രയും ഘോരപാതകം ചെയ്തവൻ എങ്ങനെ രക്ഷപ്പെട്ടെന്ന് മനസ്സിലാവുകയില്ല. ഇത്രയും കള്ളത്തരങ്ങളും വേണ്ടാതനങ്ങളും തിന്മകളും ഏറ്റവും ഹീനമായ ജീവിതമായി കഴിഞ്ഞവന് എങ്ങനെ രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്ന് ആളുകൾക്ക് മനസ്സിലാവുകയില്ല. അവരെ ചോദ്യം ചെയ്തു വരും. സാരമില്ല, പക്ഷേ നിന്നെ സ്നേഹിക്കുന്ന നിൻ്റെ ഉടയവൻ, നിൻ്റെ നിത്യനായകനായ യേശുവിൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. യേശുവിനോട് പറയുന്നു, മകനെ നീ എന്നെ കൈക്കൊള്ളുക മാത്രം ചെയ്യുക, നീ എന്നെ സ്വീകരിക്കുക. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഹൃദയം താണു പോകരുത്, നീ വാടിപ്പോകരുത്, നീ ക്ഷീണിച്ചു പോകരുത്, നീ തളർന്നു പോകരുത്. നിന്നെ ഉയർത്താൻ ഞാനിതാ വന്നിരിക്കുന്നു, നിന്നെ ഉദ്ധരിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. നാളുകളായി നീ വീണ് കിടക്കുകയല്ലയോ, നാളുകളായി നീ തളർന്നു കിടക്കുകയല്ലയോ, നാളുകളായി നിനക്ക് സമാധാനമില്ലാതെ നീ വലഞ്ഞു കഴിയുകയല്ലയോ. എന്നാൽ ഇപ്പോൾ നിന്നെ ശക്തി ധരിപ്പിക്കാൻ ഞാനിതാ വന്നിരിക്കുന്നു. നിന്റെ നാഥനാണ് എന്നെ വിളിക്കുന്നത്, നിന്റെ ഉടയവനാണ് എന്നെ വിളിക്കുന്നത്, നിനക്ക് വേണ്ടി രക്തം ചിന്തിയവനാണ് എന്നെ വിളിക്കുന്നത്, നിനക്ക് വേണ്ടി ജീവൻ അർപ്പണം ചെയ്തവനാണ് എന്നെ വിളിക്കുന്നത്, നിന്റെ പാവങ്ങളെല്ലാം ഏറ്റെടുത്തവനാണ് എന്നെ വിളിക്കുന്നത്. ആ സ്നേഹവസ്ത്രമായി വിളി കേട്ടുകൊണ്ട് ഓടി വരുവീൻ, യേശുവിങ്കൽ നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുവീൻ, യേശുവിൻ്റെ വാക്ക് പറയുവീൻ. ഉടയവനെ, ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവമേ, എൻ്റെ ഉടയവനായ ദൈവമേ, ഇപ്പോൾ നീ എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവനുള്ള സ്വർഗീയ പിതാവേ, കരുണയുള്ള കർത്താവേ, അവിടുത്തെ പാതയുടെ തിരിപ്പാൻ കൃപ തന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഈ യോഗത്തിൽ കൂടി സംബന്ധിപ്പാൻ ഞങ്ങൾക്ക് ആരോഗ്യം തന്നതിനായി സ്തോത്രം. കർത്താവേ, അവിടുത്തെ സ്നേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നതിനായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളായി അവിടുന്ന് കാണുന്നതിനായി സ്തോത്രം. ആരും കുടുംബത്തിൽ വിട്ടുപോകാതെ കർത്താവേ, എല്ലാവരെയും ചേർത്ത് അണച്ചുകൊള്ളണേ കർത്താവേ. രക്തത്തെ അശുദ്ധീകരിക്കണേ കർത്താവേ. പുതിയ കൃപകൾ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിശയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ.